ഡൽഹിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് അമേരിക്കയിൽ പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഫിനാൻസിൽ ബിരുദാനന്തര ബിരുദം നേടാനായിരുന്നു സ്വപ്നം. ന്യൂയോർക്കിലെ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അവന് പ്രവേശനം ലഭിച്ചു. എല്ലാ രേഖകളും ശരിയായിരുന്നു. നല്ല മാർക്കുമുണ്ടായിരുന്നു. ആവശ്യത്തിന് പണവുമുണ്ടായിരുന്നു. അതിനാൽ തന്നെ US വിസയ്ക്ക് അപേക്ഷിക്കാൻ എല്ലാ യോഗ്യതയുമുള്ള വിദ്യാർത്ഥിയായിരുന്നു അവൻ. വിസ ഇൻ്റർവ്യൂവിനായി അവൻ ന്യൂഡൽഹിയിലെ US എംബസിയിൽ പോയി. വിസ ഓഫീസർ ഒരു ലളിതമായ ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തത്? വിദ്യാർത്ഥി സത്യസന്ധമായി തന്നെ ഉത്തരം നൽകി. 3 വർഷത്തെ ബിരുദമുള്ള വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന US കോളേജുകൾ തിരയുകയായിരുന്നു എന്നും അങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റി കണ്ടെത്തിയതെന്നും അവൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ഓൺലൈനിൽ നല്ല കാര്യങ്ങൾ വായിച്ചറിഞ്ഞെന്നും അവൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ സത്യസന്ധമായ ഉത്തരം ഒരു പ്രശ്നത്തിന് കാരണമായി. അവൻ നൽകിയ ഉത്തരം അത്ര ശക്തമായി തോന്നില്ലെന്ന് പലരും പിന്നീട് അഭിപ്രായപ്പെട്ടു. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ അവന് അത്ര താല്പര്യമില്ലെന്നും അവിടെ പ്രവേശനം കിട്ടിയതുകൊണ്ട് തിരഞ്ഞെടുത്തതാണെന്നും തോന്നിപ്പിച്ചു. ഇത് വിസ നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു റെഡ് ഫ്ലാഗായി തോന്നാം. കാരണം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. വെറുതെ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ അവർക്ക് താല്പര്യമില്ല. പണത്തെക്കുറിച്ച് സംസാരിച്ച രീതി ഒരു തെറ്റായിരിക്കാമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ലോണിനെക്കുറിച്ചും സമ്പാദ്യത്തെക്കുറിച്ചും അവൻ പറഞ്ഞതെങ്കിലും കുടുംബം സഹായിക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ചില്ല. ലോൺ തിരിച്ചടക്കാൻ അവൻ US ജോലി ചെയ്യാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് വിസ ഓഫീസർക്ക് തോന്നിയേക്കാം. സാധാരണയായി ഈ തരം വിസയിൽ അത് അനുവദനീയമല്ല. പണത്തെക്കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കൾ സഹായിക്കുന്നുണ്ടെന്നും ലോൺ ഒരു അധിക പിന്തുണ മാത്രമാണെന്നും പറയുന്നതാണ് നല്ലത്. ഇൻ്റർവ്യൂവിന് ശേഷം വിദ്യാർത്ഥിയുടെ വിസ നിരസിച്ചു. എന്തുകൊണ്ടാണ് നിരസിച്ചതെന്ന് വ്യക്തമായ കാരണവും പറഞ്ഞില്ല. എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ പോലും ഇൻ്റർവ്യൂ വളരെ പ്രധാനമാണെന്ന് ഈ സംഭവം തുറന്നു കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നതെന്നും എങ്ങനെ പറയുന്നു എന്നതും ഒരുപാട് പ്രധാനപ്പെട്ട കാര്യമാണ്. യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തത് പഠിക്കാൻ വേണ്ടിയാണെന്നും പഠനം കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തേക്ക് തിരികെ വരാൻ പദ്ധതിയുണ്ടെന്നും വിദ്യാർത്ഥികൾ കാണിക്കണം. കോഴ്സുകളെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും അത് നിങ്ങളുടെ നാട്ടിലെ ജോലി സാധ്യതകളെ എങ്ങനെ സഹായിക്കുമെന്നും സംസാരിക്കണം. പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കുടുംബത്തിൻ്റെ സഹായത്തെക്കുറിച്ച് ആദ്യം പറയുന്നതാണ് നല്ലത്. ഇന്ത്യയിലെ പല വിദ്യാർത്ഥികളുടെയും വലിയ സ്വപ്നമായിരുന്നു അമേരിക്കയിൽ പഠിക്കുക എന്നത്. ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പോകാനും നല്ല ജോലികൾ നേടാനും മെച്ചപ്പെട്ട ജീവിതം സ്വന്തമാക്കാനും അവർ സ്വപ്നം കണ്ടു. പല കുടുംബങ്ങളും തങ്ങളുടെ മക്കളെ പഠനത്തിനയക്കാൻ വേണ്ടി ഒരുപാട് കാലം പണം സ്വരുക്കൂട്ടി വെച്ചു. ഇപ്പോൾ ഏകദേശം 3 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ US എന്നാൽ ഈ അടുത്ത കാലത്തായി കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്ത് US വരുന്ന ആളുകൾക്കുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻറ്റ് വിസ റദ്ദാക്കുന്നു. ജോലി ചെയ്യാനുള്ള അനുമതിയും നഷ്ടപ്പെടുന്നു. വളരെ ചെറിയ കാരണങ്ങൾക്കാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. ചെറിയ തെറ്റുകൾ കാരണം നിരവധി വിദ്യാർത്ഥികളുടെ വിസ നിരസിക്കപ്പെടുന്നു. വിസ പ്രക്രിയ എന്നത് നിങ്ങൾ പഠനത്തിൽ എത്രത്തോളം ഗൗരവമുള്ളവരാണെന്ന് കാണിക്കുന്നതിനുള്ള ഒരവസരമാണ്, അല്ലാതെ ഒരു വിദേശവിലാസം നേടാനുള്ള എളുപ്പവഴിയല്ല. അതിനാൽ വിസ ഇൻ്റർവ്യൂവിനെ ഗൗരവമായി സമീപിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുക.